നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഓളം വന്നു തുടങ്ങി. ആരായിരിക്കും UDFിൻ്റെ നായകൻ എന്ന് തീരുമാനമായിട്ടുള്ളൂ? കോൺഗ്രസ് പാർട്ടിക്കും UDFിനും അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വ്യക്തിയെ നായകനെന്ന് പ്രഖ്യാപിക്കുന്നില്ല, കൂട്ടു നേതൃത്വം തന്നെയാണ്. അപ്പോൾ അഭിലാഷിൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഹു വിൽ ലീഡ് ദ ഗവൺമെൻറ് ഇഫ് ദർ ഇസ് എ ഗവൺമെൻറ്, അത് വ്യക്തമായിട്ട് കോൺഗ്രസ്സിനൊരു അതിനെ സംബന്ധിച്ചൊരു ധാരണയുണ്ട്. എല്ലാ കാലത്തും അതിനൊരു കീഴ്വഴക്കമുണ്ട്. ജയിച്ചു വരുന്ന MLA-മാരോട് ഹൈക്കമാൻഡ് അഭിപ്രായം ചോദിക്കും, എന്നിട്ട് അവർ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. എന്നാലും നമുക്കൊരു ഡിഫാക്ടോ ലീഡർ ഉണ്ടാവില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിൽ രമേശ് ചെന്നിത്തലയാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അതിന് മുമ്പത്തെ തവണയാണെങ്കിൽ ഉമ്മൻചാണ്ടിയാണെന്ന് അറിയാമായിരുന്നു. 2001 AK ആന്റണി ആണെന്ന് അറിയാമായിരുന്നു. 91 കരുണാകരനാണെന്ന് അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ആര് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലിയർ പിക്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഒരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉള്ള ഒരു ആൻസർ, കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് രമേശ് ആയില്ല, VD സതീശനായി, ഇലക്ഷൻ പരാജയപ്പെട്ടു. അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി. അപ്പം നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന നേതൃത്വം മാറാം, പുതിയ ആൾ വരാം. ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊജക്ട് ഉയർത്തി കാണിക്കുന്നില്ല. കൂട്ടായ നേതൃത്വമാണ് ഇലക്ഷന്. അപ്പം KPCC പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ടോ? ഞാൻ ഇതുവരെ ഇല്ലെന്ന് തീരുമാനിച്ചിട്ടില്ല, ഉണ്ടെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. എന്നാലും ഇപ്പോൾ പെരാവൂരിൽ നിന്ന് സാധാരണ നിലയിൽ താങ്കളുടെ പേരാണ് എപ്പോഴും. മാത്രമല്ല ഇപ്പോൾ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് മത്സരിക്കാൻ അങ്ങനെയുള്ള യോഗ്യതകളില്ല, എങ്കിൽ പോലും ആത്യന്തികമായിട്ട് പാർട്ടി തീരുമാനിക്കണം. പേരാവൂരിൽ ഇത്തവണ ശൈലജ ടീച്ചറെ ഇറക്കുമെന്നാണ് ഒരു കേൾവി. അത് വരട്ടെ, വെൽക്കം. പഴയ പേരാവൂർ MLA ആണ്. അതെ, ഞാൻ ടീച്ചർ തമ്മിലാണല്ലോ ആദ്യം 2011 മത്സരിച്ചത്. 16 ടീച്ചർ വീണ്ടും വന്ന് ഒരാഴ്ച പ്രചരണം നടത്തിയിരുന്നു, പിന്നെ കൂത്തുപറമ്പിലേക്ക് മാറിയത്. ആരായാലും എന്താ, നല്ല മത്സരം നടക്കും. ശൈലജ ടീച്ചർ വന്നാൽ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല മത്സരിക്കുകയാണെങ്കിൽ. ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരിക്കുമെന്നുള്ളൊരു നിഗമനത്തിലേക്ക്, അതായത് ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്, രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവാണ്, KPCC പ്രസിഡന്റ് ഉണ്ട്. അങ്ങനെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം മത്സര രംഗത്തുള്ളൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് പൊതുവെ പ്രതീക്ഷിക്കാം. ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും, കരുത്തരായ സ്ഥാനാർത്ഥികളുണ്ടാവും. MP-മാരാരെങ്കിലും മത്സരിക്കുമോ? അക്കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അല്ല, സാധാരണ നിലയ്ക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, അത് ചർച്ച ചെയ്തിട്ടില്ല. പലരും KC വേണുഗോപാലിന്റെ പേരൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇല്ല, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ മത്സരിക്കുന്നില്ലെന്ന്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തീർത്ത് പറയാൻ MP-മാർ മത്സരിക്കുന്നില്ല എന്ന് തീർത്ത് പറയാനില്ല, എനിക്കുള്ള അധികാരമില്ല. ഇറ്റ് ഈസ് അപ് ടു ദ ഹൈക്കമാൻഡ്. ഇപ്പോൾ ഈ നമ്മൾ ഈ സിൻസിയറായിട്ട് പറയുന്നത്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം NDTVയുടെ ഒരു അഭിപ്രായ സർവേ പുറത്തു വന്നു. ശ്രദ്ധിച്ചായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതിൽ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള നേതാവ് VD സതീശനാണ്. സതീശൻ നല്ല പോപ്പുലർ തന്നെ, 22%. മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ പോപ്പുലാരിറ്റി പ്രതിപക്ഷ നേതാവിനാണെന്നാണ് NDTV പറയുന്നത്, അവരുടെ സർവേ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും VD സതീശന്റെ നേതൃത്വത്തിലായിരിക്കില്ലേ തെരഞ്ഞെടുപ്പ്? VD സതീശന്റെ ഒരു മുഖമായി വെച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ലേ? തെരഞ്ഞെടുപ്പിലെ കൂട്ടായിട്ടുള്ള നേതൃത്വം UDF നേതൃത്വം നൽകും. കേരളത്തിലെ കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, UDF കൺവീനർ, AICC നേതാക്കന്മാർ, ഇവരുടെ എല്ലാം കൂടി നേതൃത്വം ഉണ്ടാവും. അപ്പുറത്ത് പിണറായി വിജയനായിരിക്കും പ്രചാരണത്തിന്റെ നായകൻ എന്ന് MA ബേബി CPM-ന്റെ ജനറൽ സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ UDF-നെ സംബന്ധിച്ച് ആരായിരിക്കും പ്രചാരണത്തിന്റെ നായകൻ? കളക്റ്റീവ് ലീഡർഷിപ്പ്, അത് പറഞ്ഞു കഴിഞ്ഞു, AICC പറഞ്ഞു കഴിഞ്ഞു, കളക്റ്റീവ് ലീഡർഷിപ്പ്. സർവേ ഒക്കെ എങ്ങനെ വന്നാലും ഒരാളെ പ്രൊജക്ട് ചെയ്യുന്നില്ല, വ്യക്തികളെ പ്രൊജക്ട് ചെയ്യുന്നില്ല.